ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിൽ ശക്തമായി ആഞ്ഞടിച്ച കാറ്റ് മൂലമുണ്ടായ നാശനഷ്ടങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കൊല്ലം ജില്ലയിൽ പൗത്രേശ്വരം പഞ്ചായത്തിൽ മാർനാട് പടിഞ്ഞാറ് 8-ാം വാർഡിലാണ് ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ഒരു മതിൽക്കെട്ടിടിഞ്ഞ് വീണതാണ്. ഈ മതിൽക്കെട്ട് ഇടിഞ്ഞു വീണപ്പോൾ ഇതിൽ നിന്ന് സാഹസികമായ ഒരു അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടിരുന്നു. അവർ ജസ്റ്റ് പാസ് ചെയ്ത് മതിൽക്കെട്ടിനപ്പുറത്തെത്തിയപ്പോഴാണ്, അതായത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ഈ മതിൽക്കെട്ട് ഇടിഞ്ഞു വീഴുന്നത്. അത്ഭുതകരമായാണ് അവർ രക്ഷപ്പെട്ടത്. അതുപോലെ ഒരു വീടിൻ്റെ മുറ്റത്ത് നിന്ന് മുട്ടനൊരു പ്ലാവും മാവും കൂടെ ഒടിഞ്ഞ് ആ വീട്ടുമുറ്റത്തേക്ക് വീഴുക. എല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അത്ഭുതകരമായ രക്ഷപ്പെടലായിരുന്നു. ഈ വീട് തകർന്ന് തരിപ്പണമാകേണ്ടതായിരുന്നു. എന്തോ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇതെല്ലാം തട്ടി ഒഴിഞ്ഞു പോയത്. മരങ്ങളെല്ലാം കടപുഴകി വീണിരിക്കുകയാണ്. എല്ലാം അടിച്ചോടിച്ച് നശിപ്പിച്ച് നാമാവിശേഷമാക്കി ഇട്ടേക്കുകയാണ്. കാറ്റിൻ്റെയൊക്കെ പവർ ആർക്കും അളക്കാനൊക്കത്തില്ലല്ലോ. മൊത്തവും അടിച്ചൊടിച്ച് നശിപ്പിച്ചിട്ടേക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം പൗത്രേശ്വരത്താണ്. പൗത്രേശ്വരം പഞ്ചായത്തിൽ മാർനാട് പടിഞ്ഞാറ് 8-ാം വാർഡിലാണ് ഉണ്ടായ നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പുള്ളിക്കാരൻ്റെ പെരപ്പുറത്തേക്ക് ഒരു ആഞ്ഞിലി മറിഞ്ഞു കിടക്കുകയാണ്. പെര പൂർണ്ണമായും ആഞ്ഞിലിയുടെ അടിയിലാണ്. ഈ വീട്ടിൽ തൊഴിലുറപ്പുകാരുണ്ടായിരുന്നതാണ് നമ്മൾ അറിഞ്ഞത്. അതാണ്ട് ഒരു വീടിൻ്റെ മുകളിലേക്ക് 3 തേക്കാണ് മറിഞ്ഞു കിടക്കുന്നത്. ഇത് മറിയുന്നതായ സമയത്ത് ഈ വീട്ടിൽ ആൾക്കാരുണ്ടായിരുന്നു. എന്തായാലും ഭാഗ്യം കൊണ്ട് ആ തെങ്ങിൽ തടഞ്ഞത് കൊണ്ട് മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത്. ആ തെങ്ങിൽ തടഞ്ഞത് കൊണ്ട് മാത്രമാണ് ആ കൂരയിലേക്ക് പതിക്കാതെ ആ മരങ്ങൾ ആ ഷീറ്റിട്ട ഭാഗത്തേക്ക് പതിക്കാനിടയായത്. എന്തു തന്നെയായാലും ഭാഗ്യമെന്ന് വേണം പറയാൻ. തെങ്ങ് ചതിക്കാഞ്ഞത് തന്നെ കാര്യമായി. വൻ ദുരന്തങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദാണ്ട് ഇത് പൗത്രേശ്വരം പഞ്ചായത്തിലെ മാർനാട് പടിഞ്ഞാറ് മൂഴിയിൽ ഭാഗത്ത് ഉള്ള ഒരാളിൻ്റെ വീടാണ്. അതിൻ്റെ 2-ാം നിലയിലുണ്ടായിരുന്ന ആസ്പെറ്റാസിൻ്റെ ഷീറ്റ് മുഴുവനും പറന്നു പോയിരിക്കുകയാണ്. ഭാഗികമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം പൊട്ടിയും നശിച്ചിട്ടുണ്ട്. ഈ ഷീറ്റ് പറന്നു പോകുന്നതായ സമയത്ത് ഇതിൻ്റെ മുകളിൽ ഈ വീട്ടുടമസ്ഥയും അദ്ദേഹത്തിൻ്റെ ചെറുമകളും ഉണ്ടായിരുന്നതായിട്ടാണ് നമ്മൾക്കറിയാൻ സാധിച്ചത്. എല്ലാവരും ആളപായം ഒന്നും സംഭവിക്കാതെ എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുകയാണ്. വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ആ വീടിൻ്റെ മുകൾ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഈ മുകൾ ഭാഗത്ത് വെച്ചിരുന്ന ആസ്പെറ്റാസിൻ്റെ ഷീറ്റെല്ലാം കൂടെ പറന്ന് തോട്ടിലേക്ക് പോയിരിക്കുകയാണ്. അതിപ്പം ഭിത്തികൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ, ഷീറ്റില്ല. അതുപോലെ താണ്ടെ പൗത്രേശ്വരത്തെ ക്ഷേത്രത്തിന് താഴ്വശത്തായി ഒരു വീടിന് മുകളിലേക്ക് ഒരു വട്ടമറിഞ്ഞ് ആ വീട് തകർന്നു പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഷീറ്റെല്ലാം, ഒരു സൈഡിലെ ഷീറ്റെല്ലാം മറിഞ്ഞു പോയിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് പുറകിലായി നിൽക്കുന്ന മരങ്ങളെല്ലാം ഒടിഞ്ഞു വീണിരിക്കുകയാണ്. ഒടിഞ്ഞ് എന്ന് പറഞ്ഞാൽ പോരാ, ഇരിഞ്ഞ് താഴേക്ക് പോരുന്നിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് പുറകുവശത്തായുള്ള ഒരു റബ്ബർ തോട്ടമാണ് കാണുന്നത്. ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണെന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. എങ്കിൽ പോലും ആ റബ്ബർ തോട്ടത്തിൽ ഇനി ഒരു റബ്ബർ മരവും ശേഷിക്കുന്നില്ല എന്ന് വേണം പറയാൻ. മൊത്തം റബ്ബർ മരവും ഒടിഞ്ഞ് നാശമായി പോയിരിക്കുകയാണ്. പിരിച്ചൊടിച്ച്, നമ്മൾ കമ്പും കൊള്ളിയൊക്കെ എടുത്ത് പിരിച്ചൊടിച്ച് വെച്ചേക്കുന്ന കണക്കാണ് ഈ റബ്ബർ മരങ്ങളെല്ലാം ഒടിഞ്ഞ് തൂങ്ങി കിടക്കുന്നത്. അത്രമാത്രം അത് നശിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുമല്ലോ. അതിനോട് ചേർന്നൊരു ഷെഡുണ്ടായിരുന്നു. ആ ഷെഡിൻ്റെ മേൽക്കൂര പറന്ന് തന്നെ മാറി അപ്പുറത്തിരിപ്പുണ്ട്. ഭയങ്കര ഭീകരമായ ഒരു കാറ്റായിരുന്നു പൗത്രേശ്വരം പഞ്ചായത്തിൽ മാർനാട് 8-ാം വാർഡിൽ ഉണ്ടായത്. ഇത് 8-ാം വാർഡിൽ മാത്രമല്ല കേട്ടോ. ഈ കാറ്റ് തുടർന്നും മുന്നോട്ട് പോയി ഒരുപാടിടങ്ങളിൽ നാശങ്ങൾ വിതച്ചതായതാണ് നമുക്കറിയാൻ സാധിച്ചത്. പക്ഷേ 8-ാം വാർഡിൽ ഭീമമായ നഷ്ടങ്ങളും നാശങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാറ്റ് വിതച്ചത് വലിയ നാശനഷ്ടങ്ങളാണ് ഈ കാറ്റ് 8-ാം വാർഡിൽ വിതച്ചിട്ടുള്ളത്. ഭീമമായ നാശനഷ്ടങ്ങളാണ്. അത് വില്ലേജ് ഓഫീസറാണ്. സ്ഥലം സന്ദർശിച്ചതിന് ശേഷം പുള്ളി തിരികെ പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതുവരെ വില്ലേജ് ഓഫീസർ മാത്രം വന്ന് സന്ദർശിച്ചതായിട്ട് മാത്രമേ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളൂ. വാർഡ് മെമ്പർ പോലും എത്തിയതായി